ഇക്കൊല്ലവും മുറ്റത്ത് നിന്ന ചാമ്പമരം നിറയെ കായ്ച്ചു. കുറേയൊക്കെ ഉപ്പും മുളകും ചേർത്ത് അകത്താക്കി. ബാക്കി അങ്ങനെ വെറുതെ കളയാൻ മനസ്സ് വന്നില്ല. എങ്കിൽ പിന്നെ അച്ചാറാക്കി കളയാം എന്ന് തീരുമാനിച്ചു. ഒരു ചെറിയ സ്പൂൺ മതി. ചോറിനൊപ്പം ചേർത്താൽ ഉച്ചവെയിലിൽ ഓടിക്കളിച്ച സ്കൂൾ കാലം തന്നെ വീണ്ടും നാവിൽ വിരിയും. ഒരു കുട്ട കയ്യിലുണ്ടെങ്കിൽ പണി പാതി കഴിഞ്ഞു. ഒരു കുല പറിക്കാൻ കൈയെത്തിച്ചാൽ കൂട്ടത്തോടെ പൊഴിഞ്ഞ് താഴേക്ക്. അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന പോലെ കൂട്ടിനിമ്മക്കൊട്ടൻ്റെ കുഞ്ഞു കൈകളും. തുള്ളിത്തുള്ളിയായി കുടം നിറയുമെന്ന് പറയുന്നത് ഇത്തരം പണികൾക്കാണ്. പയ്യെ പയ്യെ കുട്ട നിറഞ്ഞു. പച്ചപ്പിൻ്റെ നെഞ്ചിൽ ചുവന്ന ചാമ്പയ്ക്ക പുഞ്ചിരിക്കുന്നു. ഇനി ഒന്ന് കഴുകിയെടുക്കണം. അണ്ണാറക്കണ്ണന്മാരും വവ്വാലുകളും കിളികളും എല്ലാം മൂപ്പ് നോക്കാൻ വരുന്നത് പലതവണ ഇമ്മുക്കൊട്ടൻ കണ്ടതാണത്രേ. അതിനാൽ അമ്മ ചെയ്താൽ പോരാ, എൻ്റെ മേൽനോട്ടം എന്തായാലും വേണമെന്ന് ഇമ്മുക്കൊട്ടനും വാശി. കുഞ്ഞി കൈകളും ചാമ്പയ്ക്കാക്കുട്ടന്മാരെ കുളിപ്പിക്കാൻ മുന്നിൽ നിന്നു. ഇനി അടുക്കളയിലേക്ക്. ഈ കണ്ട ചാമ്പയ്ക്ക മുഴുവൻ കുരുകളഞ്ഞ് അച്ചാറിടാൻ പാകത്തിന് തയ്യാറാക്കണം. അച്ചാർ ഉണ്ടാക്കുക എന്നത് ഒരല്പം മെനക്കെട്ട പരിപാടിയാണ്. മെനക്കെടാതെ ഒന്നും നേടാൻ പറ്റില്ലല്ലോ. എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചപ്പോൾ മെനക്കേടൊക്കെ ആഘോഷമായി മാറി. നെടുകയും കുറുകയും പിളർന്ന ചാമ്പയ്ക്ക അച്ചാർ പരുവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. മുൻപ് നേരിട്ട് അച്ചാറാക്കുന്നതായിരുന്നു പതിവ്. ഇത്തവണയൊന്ന് മാറ്റിപ്പിടിച്ചു. ഉണക്കി അച്ചാറിടാനാണ് തീരുമാനം. അതിനായി നന്നായി ഉപ്പ് വിതറി. കണക്കും തൂക്കവും നോക്കിയില്ല. അളവുള്ളിടത്ത് രുചി എന്നതാണ് നാടൻ നിയമം. നന്നായി ഒന്ന് കുടഞ്ഞു കൊടുത്താൽ എല്ലായിടത്തും ഒരുപോലെ ഉപ്പെത്തും. രാത്രി മുഴുവൻ ഉപ്പ് പുരട്ടി അടച്ചു വെച്ച ചാമ്പയ്ക്ക ഇനി പ്രകൃതിയുടെ കയ്യിലേക്ക്. കഴുകി ഉണക്കിയ ചാക്ക് തയ്യാറായി. അതിനു മുകളിൽ വിരിഞ്ഞു കിടക്കാൻ ചാമ്പയ്ക്കയും തയ്യാറായി. കാവലിന് പട്ടാളവും തയ്യാർ. വെയിൽ കണ്ടാൽ വെള്ളം ഒളിയും. 2 ദിവസം ഇങ്ങനെ വെയിൽ കണ്ട് കിടക്കട്ടെ. ഇനിയാണ് രണ്ടാം ഘട്ടം. വെയിൽ കൊണ്ട് ചാമ്പയ്ക്ക ആകെ ഒന്ന് വാടി. വാട്ടമൊക്കെ മാറ്റി ഇനി ഉഷാറാവണം. അതിന് ആദ്യം ഉരുളി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് രണ്ടാം ഘട്ടം പരിപാടികൾ ആരംഭിച്ചു. പൊട്ടിത്തെറിച്ച കടുകിന് കൂട്ടിന് തൊലി കളഞ്ഞ് വെളുത്തുള്ളി ആദ്യം പോയി. പിന്നാലെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കൂടി. ഇനി പൊടികൾ കൊണ്ട് അലങ്കരിക്കണം. മുളക് പൊടി ഒരു 4 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ, ഉലുവാപ്പൊടി ഒരു 1/4 സ്പൂൺ, പിന്നെ ഉപ്പ് ഈ കൂട്ടിന് കൂട്ടാകാൻ പാകത്തിന് മാത്രം. അവസാനം ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇവരൊന്ന് തിളയ്ക്കണം. തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാമ്പയ്ക്ക ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. വെയിൽ കൊണ്ട് വാടി തകർന്ന ചാമ്പയ്ക്ക ഇപ്പോൾ നിറം പിടിക്കുന്നു. നന്നായി ഇളക്കണം. ഇനിയും നിറം വയ്ക്കും. ഉപ്പിൽ കുളിച്ച് വെയിലത്ത് വാടി ഇപ്പോൾ ചൂടെണ്ണയുടെ എരിവിലും പുളിയിലും മെഴുകി പ്രതീക്ഷകൾക്ക് നിറം വയ്ക്കുന്നു. വെറുതെ കൊഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലങ്ങൾക്ക് രുചി പകരാൻ ഒരുങ്ങുന്നു. ഇനി നന്നായി കഴുകി ഉണക്കിയ ചില്ലുകുപ്പിയിലേക്ക്. ഈ നിറയുന്നത് നാളത്തേക്കാണ്. ഇന്നലകളുടെ ദുരിതങ്ങൾ നാളുകൾക്ക് രുചി പകരാനാണെന്ന പ്രതീക്ഷയോടെ. ഇന്നലകളുടെ വെയിലും വേദനയും ഇന്നിവിടെ ചില്ലുകുപ്പിയിൽ അടയ്ക്കുന്നു. നാളുകളിൽ ചോറിനൊപ്പം തുറക്കാൻ കുറച്ച് രുചിയും കുറച്ച് പ്രതീക്ഷയും. ചാമ്പയ്ക്ക അച്ചാർ വിശപ്പിന് കൂട്ടുകാരനല്ല, ഓർമ്മകൾക്ക് രുചി കൂട്ടുന്ന ഒരു സ്നേഹക്കുപ്പിയാണ്.